നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് നാം ഇന്ന് ഷഡ്ചക്രങ്ങളിലെ അല്ലെങ്കിൽ ഷഡാധാരങ്ങളിലെ ആദ്യത്തെ ആധാരമായ അല്ലെങ്കിൽ ആദ്യത്തെ ചക്രമായ മൂലാധാര ചക്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, മൂലം എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുറേ വാക്കുകൾ മലയാളത്തിലുണ്ട്, സംസ്കൃതത്തിലുണ്ട്. മൂലധനം നമ്മൾ പറയാറുണ്ട്. മൂലധനം സമൂലമായ മാറ്റം സംഭവിക്കണം, എന്നാൽ മാത്രമേ ഒരു പരിവർത്തനം സംഭവിക്കുള്ളൂ. ഇങ്ങനെ ഒട്ടനവധി വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനം, അടിത്തറ എന്നുള്ളതാണ് ഈ മൂലം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റൂട്ട്, വേരുകൾ, അവിടെ നിന്നാണ് സംഗതി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൂലാധാര ചക്രത്തിന് അതിൻ്റേതായിട്ടുള്ള വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്ന് പറയുന്നത്, ഈ മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ ആരംഭത്തിലാണ്. അതായത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിലുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു അസ്ഥിയുണ്ട്. ആ അസ്ഥിക്ക് ഉള്ളിലാണ് മൂലാധാരം അല്ലെങ്കിൽ മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് പ്രത്യേകത? ആ മൂലാധാരത്തിൽ എന്താണ് പ്രത്യേകത? അവിടെയാണ് നമ്മളുടെ ജീവശക്തിയായിട്ടുള്ള, പ്രാണശക്തിയായിട്ടുള്ള കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുന്നത് ഈ മൂലാധാര ചക്രത്തിലാണ്. അപ്പോൾ കുണ്ടലിനി എന്നുള്ളത് എന്താണ്? 3.5 ചുറ്റ് വലിപ്പമുള്ള സർപ്പാകൃതിയിലുള്ള ഒരു ജീവശക്തിയാണ് കുണ്ടലിനി. ഈ കുണ്ടലിനി അവിടെ ഉറങ്ങിക്കിടക്കുകയാണ്. ഈ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ നമുക്ക് ഉണർത്തിയിട്ട് സഹസ്രാര പത്മത്തിലേക്ക് എത്തിക്കണം. അതിനാണ് നമ്മൾ ആദ്യത്തെ യോഗ നമ്മൾ ചെയ്യുന്നത് മൂലാധാര യോഗ അല്ലെങ്കിൽ മൂലാധാര ധ്യാനം. ഇത് രണ്ടും അഭ്യസിക്കുകയും ഇത് പ്രാവർത്തികമാക്കും നമ്മൾ നിത്യപരിശീലനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്ന് സഞ്ചരിക്കാൻ മുകളിലേക്ക്, അപ്പോൾ അവിടെ നിന്നാണ് ബേസ്, മുകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങും. അത് സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ മൂലാധാര യോഗയോ മൂലാധാര ധ്യാനമോ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ തുടക്കം അവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ തത്വം, ഓരോന്നിനും ഓരോ തത്വമുണ്ട്. ഈ മൂലാധാര ചക്രത്തിലെ തത്വം എന്താണ്? ഭൂമി തത്വമാണ്, ജഡത്വമാണ്. അതുകൊണ്ടാണ് അത് അവിടെ ഉറങ്ങിക്കിടക്കുന്നത്. ഇനി അതിനെ ഉണർത്തണം. ഉണർത്തുമ്പോഴാണ് അത് ക്രിയേറ്റിവിറ്റി, അതായത് മുകളിലേക്ക് ഉയരാനായിട്ട് പോകുന്നത്. നമ്മൾ ഉണരണം. ഉണരുമ്പോൾ മാത്രമാണ് കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇല്ലെങ്കിൽ കർമ്മം ഉണ്ടാവില്ല, നമ്മളവിടെ ഉറങ്ങിക്കിടക്കും. അപ്പോൾ മൂലാധാരത്തിൽ കിടക്കുന്നതായിട്ടുള്ള കുണ്ടലിനി ശക്തി, ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തുക. അപ്പോൾ കുണ്ടലിനി ശക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ആകൃതി എന്താണ്? 4 ദളങ്ങളുള്ള താമരയുടെ ആകൃതിയാണ് ഈ മൂലാധാര ചക്രത്തിന് ഉള്ളത്. ചുവപ്പ് നിറമാണ്. ഇനി അതിൻ്റെ മൂലമന്ത്രം ലം ആണ്. ലം എന്ന മന്ത്രമാണ്. മന്ത്രം എപ്പോഴും ഒരു ചെറിയ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കായിരിക്കും എപ്പോഴും മന്ത്രങ്ങൾ. അത് ഈസിയായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് മനനം ചെയ്യാനും മനസ്സുകൊണ്ട് നമുക്കത് സ്ഥിരമായിട്ടിങ്ങനെ മനസ്സുകൊണ്ട് ധ്യാനിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന മൂലാധാര മന്ത്രം ലം ആണ്. നമ്മുടെ ശരീരത്തിലുള്ള ഈ ഷഡ്ചക്രങ്ങളിലെ എല്ലാത്തിലും ഓരോ ശബ്ദങ്ങൾ സ്വാധീനിക്കും. ഓരോ മന്ത്രങ്ങളാണ്. ഓരോ ചക്രങ്ങളിലും ഓരോ മന്ത്രങ്ങളാണ്. അപ്പോൾ ആ മന്ത്രങ്ങൾ നമ്മൾ മനസ്സുകൊണ്ട് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ വളരെയധികം സമചിത്തതയിൽ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ആസനത്തിൽ ഇരുന്ന് നട്ടെല്ലിനെ നിർത്തി നമ്മൾ ആ ത്രികോണാകൃതിയിൽ കിടക്കുന്ന അസ്ഥിക്കുള്ളിലെ
മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്താനായിട്ട് പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ മൂലാധാരത്തിൽ കൊടുത്ത് കുണ്ടലിനി ശക്തിയെ ഉണർത്തും. അപ്പോൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നട്ടെല്ല് നീർത്തി ഒരു വൃത്തിയുള്ള സ്ഥലത്ത്, ശുദ്ധമായൊരു സ്ഥലത്ത് നട്ടെല്ല് നീർത്തി കണ്ണുകളടച്ച് മനസ്സിനെ പൂർണ്ണമായും, എന്ന് പറഞ്ഞാൽ പൂർണ്ണ ശ്രദ്ധ അല്ലെങ്കിൽ മൂലാധാരത്തിലേക്ക് കൊടുത്ത് നമ്മൾ ലം എന്ന മന്ത്രം മാത്രം ഉച്ചരിച്ചുകൊണ്ട്, ഓരോ ശ്വാസത്തിലും ലം എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കണം. അതിനാണ് മൂലാധാര ധ്യാനം എന്ന് പറയുന്നത്. ഈ മൂലാധാര ധ്യാനം ചെയ്യുമ്പോൾ കുണ്ടലിനി ശക്തി ഉണരുകയും അത് മുകളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും. അപ്പോൾ മൂലാധാര യോഗയിലൂടെയും മൂലാധാര ധ്യാനത്തിലൂടെയും നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉയർത്തി മറ്റ് ചക്രങ്ങളിലൂടെ സഞ്ചരിച്ച് ആ ചക്രങ്ങളെയെല്ലാം ശുദ്ധി ചെയ്ത് സഹസ്രാര പത്മത്തിലേക്ക് നാം എത്തിപ്പിക്കുമ്പോൾ അവിടെ നമ്മളുടെ ശക്തി, നമ്മുടെ കുണ്ടലിനി ശക്തി ശുദ്ധ ബോധമായി, ശുദ്ധ ജ്ഞാനമായിട്ട് മാറും. ഓരോ ചക്രങ്ങളിലൂടെയും നമുക്ക് വിശദമായി സഞ്ചരിക്കാം. ഇതൊരു പാഠ്യ വിഷയമായി തന്നെ സ്വീകരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അവർ ഈ ക്ലാസ് കേൾക്കട്ടെ, അവരുടെ ശരീരം ഉണരട്ടെ, പ്രാണൻ അവരുടെ ശരീരത്തിൽ മുഴുവൻ ഈ ക്ലാസ്സിലൂടെ പടരാനായിട്ടുള്ള അഭ്യാസം അവർക്ക് ചെയ്യാൻ കഴിയട്ടെ. നാളെ നമുക്ക് കാണാം.